ക്രിപ്റ്റോ കറൻസി എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി? ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. അവിടെ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. നമ്മുടെ ഇന്ത്യൻ റുപ്പി പോലെ ഫിസിക്കലായിട്ട് നമുക്കത് ഫീൽ ചെയ്യാനോ ഫിസിക്കലായിട്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനോ സാധിക്കുന്നതല്ല. അത് ടോട്ടലി ആ ഒരു ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു കറൻസിയാണ്. ഇതുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് ഇൻ്റർനെറ്റിൽ നടത്താം, ഇതുകൊണ്ട് നമുക്ക് ട്രാൻസാക്ട് ചെയ്യാം, നമുക്ക് ഇത് എക്സ്ചേഞ്ച് ചെയ്യാം, വേറെ കറൻസിയിൽ കൺവേർട്ട് ചെയ്യാം, നമുക്കത് ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്യാം, ഇന്ത്യൻ റുപ്പിയിൽ തിരിച്ച് കൺവേർട്ട് ചെയ്യാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് US ഡോളറിങ് വരെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ക്രിപ്റ്റോ കറൻസി നമുക്ക് ആ വാക്ക് തന്നെ രണ്ടായിട്ട് പിരിച്ച് നോക്കാം, ക്രിപ്റ്റോ ആൻഡ് കറൻസി. ക്രിപ്റ്റോഗ്രാഫിക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഇൻ്റർനെറ്റിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കറൻസി, അതാണ് ബ്രീഫ്ലി അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ക്രിപ്റ്റോ കറൻസിയുടെ ഒരു എക്സ്പ്ലനേഷൻ. ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടായേക്കാം, ഓൾറെഡി നമുക്കിപ്പോൾ ഇന്ത്യൻ റുപ്പീസ് ഉണ്ട് അല്ലെങ്കിൽ അമേരിക്കൻ ഡോളർ ഉണ്ട്, സോ എന്തുകൊണ്ട് ഈ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ, എന്തുകൊണ്ട് ഇത് ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് നമ്മൾ കാണുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് ഒരു ഗവേണൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് എൻറ്റിറ്റി അല്ല. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യൻ റുപ്പി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറൻ്റ്ലി RBIയുടെ കൺട്രോളാണ് വരുന്നത്. അതായത് RBI റെഗുലേറ്റ് ചെയ്യുന്നു, RBIയുടെ നിർദ്ദേശപ്രകാരം ബാങ്കുകൾ വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ ഒരു സെക്ഷനായിട്ട് മൊത്തം, അതായത് RBI ഗവേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഗവേൺ ചെയ്യുന്ന ഒരു കറൻസിയാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പി, എനി കറൻസി ഫോർ ദാറ്റ് മാറ്റർ. ബട്ട് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ അത് ടോട്ടലി അൺഗവേൺഡ് ആണ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസിയെ ഗവേൺ ചെയ്യുന്നത് പബ്ലിക് ആയിരിക്കും, അതായത് നിങ്ങളോ ഞാനോ ആയിരിക്കും. കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ സിമ്പിളാക്കി പറഞ്ഞുതരാം ഒന്നും കൂടി. ഇപ്പോൾ നമ്മളെ നോർമൽ വേൾഡിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാശ് അയച്ചു തരാമെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസാക്ഷൻ മൊത്തം വെരിഫൈ ചെയ്യുന്ന ബാങ്ക് എൻറ്റിറ്റിയാണ് അല്ലെങ്കിൽ RBI ഗവൺമെൻറ് ആണ് അല്ലേ. സോ ആ ഒരു ബാക്ക് എൻഡിൽ ആ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. നമ്മളത് പലപ്പോഴും അറിയുന്നില്ല. നമ്മളിപ്പോൾ ഗൂഗിൾ പേ എടുക്കുന്നു, ഒരാളുടെ കോൺടാക്റ്റ് എടുക്കുന്നു, ആ കോൺടാക്റ്റിലേക്ക് ഒരു 3000-2000 രൂപ അയച്ചു കൊടുക്കുന്നു, അവിടേക്ക് എത്തുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലായിട്ട് കുറേ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, ഇത് നമ്മൾ അറിയുന്നില്ല. ഇത് മൊത്തം ഗവൺമെൻറ് സൈഡ് ചെയ്യുന്നത്. സിമിലർലി ഈ സെയിം പ്രോസസ്സ് നമുക്കും ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ക്രിപ്റ്റോ കറൻസിക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ടോട്ടൽ ട്രാൻസ്പാരൻസിയാണ്. അതായത് നമ്മൾക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഏത് ട്രാൻസാക്ഷൻ വേണമെങ്കിലും എടുത്ത് നോക്കാം, പരിശോധിക്കാം, അത് വാലിഡ് ആണോ എന്ന് ചിത്രീകരിക്കാം. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് എലിമിനേറ്റ് ആകുന്ന ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോഡ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ കള്ളപ്പണം. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബ്രീഫ് ഔട്ട്ലൈൻ, ക്രിപ്റ്റോ കറൻസിയുടെ ബ്രീഫ് ഔട്ട്ലൈൻ ഇതാണ്. പക്ഷേ എങ്ങനെയെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായേക്കാം, പക്ഷേ ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു, ഇത് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു? ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സോഫ്റ്റ്വെയർ പോലെയാണ്. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ എക്സൽ പോലെയാണ്. നമുക്കത് ടോട്ടലി കണ്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല, ഒരു ഫിസിക്കൽ എൻറ്റിറ്റി അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് ടോട്ടലി കണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. ഇത് ടോട്ടലി ഇൻ്റർനെറ്റ് മുഖേനയാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റോറേജ് നടക്കുന്നത്. ഇത് നമുക്ക് ഒരു ബ്രൗസർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ക്രിപ്റ്റോ കറൻസി കൈവശം വയ്ക്കാനോ ട്രാൻസാക്ട് ചെയ്യാനോ സാധിക്കുന്നത്. ഇൻ്റർനെറ്റിനകത്തുള്ള ഒരു ബ്ലോക്ക് ചെയിൻ എന്ന ടെക്നോളജി അല്ലെങ്കിൽ ഒരു കോൺസ്ട്രക്റ്റിന് അകത്താണ് ഈ ക്രിപ്റ്റോ കറൻസി മൊത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ബ്ലോക്ക് ചെയിൻ ആണ് ഇതിൻ്റെ ബേസ്. ഇപ്പോൾ നമ്മളൊരു വീട് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ വീടിൻ്റെ അടിത്തറ എന്നൊക്കെ പറയില്ലേ, ആ അടിത്തറയാണ് ബ്ലോക്ക് ചെയിൻ. ആ ബ്ലോക്ക് ചെയിനിൻ്റെ മേളിലാണ് ഈ ക്രിപ്റ്റോ കറൻസീസ് മൊത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ അധികം ഡീറ്റെയിലേക്ക് പോകുന്നില്ല, കാരണം ഇതൊരു ടെക്നിക്കൽ വീഡിയോ ആക്കി ഞാൻ ശ്രമിക്കുന്നില്ല. മാക്സിമം ലെവലിലേക്ക് എത്താനുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം സിമ്പിൾ ടേംസിലാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും എത്തണം എന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ ടെക്നിക്കലായിട്ട് നമുക്ക് പോകുന്നില്ല. ബട്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് ടെക്നിക്കൽ സൈഡ് വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും. സോ അതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം.